മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ച അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന റബ്ബർ ബോട്ട് ലിബിയൻ തീരത്ത് മറിഞ്ഞ് 53 പേർ മരിച്ചു. മരിച്ചവരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. 55 യാത്രക്കാരുമായി പോയ ബോട്ടിൽ നിന്നും 2 നൈജീരിയൻ സ്ത്രീകൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ അറിയിച്ചു. ലിബിയയുടെ വടക്ക് പടിഞ്ഞാറൻ തീരദേശ നഗരമായ അൽ സാവിയയിൽ നിന്ന് വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായി ബോട്ട് യാത്ര തിരിച്ചത്. യാത്ര തുടങ്ങി ഏകദേശം 6 മണിക്കൂറിനു ശേഷം ബോട്ടിൽ വെള്ളം കയറാൻ തുടങ്ങുകയും വെള്ളിയാഴ്ച പുലർച്ചെ സുവാരയ്ക്ക് വടക്ക് ഭാഗത്തു വെച്ച് ബോട്ട് കടലിൽ താഴുകയുമായിരുന്നു. തിങ്കളാഴ്ചയാണ് UN ഏജൻസിയായ IOM ഈ ദാരുണ വാർത്ത പുറത്തുവിട്ടത്. രക്ഷപ്പെട്ട സ്ത്രീകളിൽ ഒരാൾക്ക് തന്റെ ഭർത്താവിനെയും മറ്റൊരാൾക്ക് തന്റെ 2 കുഞ്ഞുങ്ങളെയുമാണ് ഈ ദുരന്തത്തിൽ നഷ്ടമായത്. 2026 തുടക്കം മുതൽ ഇതുവരെ മെഡിറ്ററേനിയൻ കടൽ വഴി ലിബിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകാൻ ശ്രമിച്ച ഏകദേശം 500ഓളം പേർ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്ന് IOM കണക്കുകൾ വ്യക്തമാക്കുന്നു. കടുത്ത ശൈത്യകാല കാലാവസ്ഥയിൽ നടന്ന കപ്പൽ അപകടത്തിൽപ്പെട്ട് ജനുവരിയിൽ മാത്രം 375 പേർ മരിച്ചു. പലപ്പോഴും മനുഷ്യക്കടത്തുകാർ ഉപയോഗിക്കുന്ന ബോട്ടുകൾ തകർന്നാൽ ആരും റിപ്പോർട്ട് ചെയ്യാറില്ല. അതിനാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും എത്രയോ മുകളിലായിരിക്കുമെന്ന് ആശങ്കപ്പെടുന്നു. 2011 മുവാമർ ഗദാഫിയുടെ പതനത്തിനു ശേഷം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് കടക്കാനുള്ള പ്രധാന താവളമായി ലിബിയ മാറിയിരിക്കുകയാണ്. എന്നാൽ ലിബിയയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലെ അവസ്ഥ അതീവ ദയനീയമാണെന്നും IOM റിപ്പോർട്ട് ചെയ്യുന്നു. മനുഷ്യക്കടത്ത് സംഘങ്ങൾ ലാഭത്തിനായി തകരാറിലായതും പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റിയതുമായ ബോട്ടുകളിലാണ് അഭയാർത്ഥികളെ കടലിലേക്ക് അയക്കുന്നത്. ലിബിയയിലെ തടങ്കൽ കേന്ദ്രങ്ങളിൽ അഭയാർത്ഥികൾ ക്രൂരമായ പീഡനങ്ങൾക്കും നിർബന്ധിത ജോലി പീഡനങ്ങൾക്കും ഇരയാകുന്നുണ്ടെന്ന് UN മനുഷ്യാവകാശ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ബ്രിട്ടൻ, സ്പെയിൻ, നോർവ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ലിബിയയിലെ ഇത്തരം തടങ്കൽ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതമായ കുടിയേറ്റ മാർഗങ്ങൾ ഒരുക്കുന്നതിനും മനുഷ്യക്കടത്ത് ശൃംഖലകൾ തകർക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണം വേണമെന്ന് IOM ആവശ്യപ്പെട്ടു.